മൂലക്കുരുവൊക്കെ ഉള്ള ആളുകൾക്കുണ്ടല്ലോ, മൂലക്കുരു മാറാനായിട്ടുള്ള രണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് മൂലക്കുരുൻ്റെതായ വേദന അസ്വസ്ഥത വരുമ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു 2-3 ദിവസം അടുപ്പിച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മതി. മൂലക്കുരുൻ്റെതായ വേദനകൾ മാറുകയും ചെയ്യും, പോളം ചുരുങ്ങാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അസ്വസ്ഥത തോന്നുമ്പോൾ നിങ്ങൾ കഴിച്ചു. അപ്പം 2 രീതിയിലുള്ളത് ഞാൻ കാണിച്ചു. അപ്പം നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. രണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് പറയുന്നത് നമുക്ക് എടുക്കാനുള്ളത് ഉണക്കമുന്തിരി ഇല്ലേ. ഈ മൂലക്കുരുള്ള ആളുകൾക്ക് മലബന്ധമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അസ്വസ്ഥതകൾ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മൂലക്കുരു ചുരുങ്ങി പോകാനൊക്കെ ആയിട്ട് നല്ലതാണ്. മൂലക്കുരു വരാതിരിക്കാനൊക്കെ ആയിട്ട് ഈ ഉണക്കമുന്തിരി നല്ലതാണ്. അത്തിപ്പഴം നിങ്ങൾ കേട്ടില്ലേ? അത്തിപ്പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ മൂലക്കുരിൻ്റെതായ ഒരു അസ്വസ്ഥതയ്ക്കും ഒറ്റമൂലമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു അത്തി. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ അത്തി നമുക്ക് ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 50 ഗ്രാമോളം വരുന്ന രീതിയിൽ ഡ്രൈ അത്തി വാങ്ങാം. ഒരു 10-12 കിട്ടും അത്. അപ്പോൾ നമുക്ക് മൊത്തം എടുക്കണ്ട. നമ്മൾ ഒരു ദിവസം കഴിക്കാനാണെങ്കിൽ ഒരു 1-2 അത്തി, ഡ്രൈ അത്തി വട്ടത്തിലുള്ളത് ഉണക്കിയത് ഇതുപോലെ പിച്ചി കീറി ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക. അതുപോലെ തന്നെ ഒരു 5-6 ഉണക്കമുന്തിരിയും കൂടി വെള്ളത്തിലേക്ക് ഇട്ടിട്ട്, ഇത് രണ്ടും കൂടി വെള്ളത്തിലിട്ടിട്ട് നമ്മളൊന്ന് കുതിർത്താനായിട്ട് വെക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മൂലക്കുരൊക്കെ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയും ഗ്യാസ് ട്രബിളും മലബന്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളതിന് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചേർക്കാൻ നല്ലത് പെരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ അന്ന് തന്നെ എടുക്കരുത്. നമ്മൾ പിറ്റേന്ന് രാവിലെ എടുക്കാവുള്ളൂ. അപ്പം നിങ്ങളിത് രാത്രി കിടക്കാൻ നേരത്തെ നിങ്ങൾ കഴിക്കുന്നത് എങ്ങനെ, രാവിലെ തന്നെ നിങ്ങളിത് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ കുതിർന്ന് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ കഴിക്കുക, അതല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ കഴിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളത്തിട്ട് കുതിർത്തി വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിട്ട് കുതിർത്തി വയ്ക്കുമ്പം ഈ അത്തിയിലുള്ളതിൻ്റെ ആ ഒരു സത്തും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയിലുള്ളതും കൂടി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ നല്ലൊരു പുളി മധുരമായിട്ട് കിട്ടും. നമ്മൾ ഈ വൈൻ കഴിക്കത്തില്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. ഇത് വേറൊരു ഫ്ലേവർ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. നമുക്കിത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു പുളിയും ഒരു മധുരമാണ് കേട്ടോ. ഒരു 5-6 ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു 1/2 ടണ്ണത്തോളം വരുന്ന രീതിയിൽ ഉണക്കമുന്തിരി ആയിരുന്നു. ഒരു അത്തിയാണ് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇത്രയും വെള്ളത്തിലിട്ട് കഴിച്ചിട്ട് തന്നെ നല്ലൊരു പുളിപ്പും മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾക്കൊരു 4 ദിവസം അടുപ്പിച്ചിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചോ, അതല്ലെങ്കിൽ രാവിലെ കഴിച്ചോ, മൂലക്കുരു ചുരുങ്ങുകയും ചെയ്യും. അത് മൂലക്കുരുൻ്റെതായ അസുഖങ്ങൾ മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നിങ്ങൾക്ക് രണ്ടാമത് ചെയ്തെടുക്കാനുള്ള എൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നുള്ളൂ. നമ്മൾ എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ ചുവന്നുള്ളി കാണത്തില്ലേ? ഈ ചുവന്നുള്ളി ഒരു 3-4 ചുവന്നുള്ളി എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിയണമെന്നൊന്നുമില്ല, കഴുകി വൃത്തിയാക്കിയെടുത്താലും മതി. എന്നിട്ട് നമുക്കിത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട്, ഇത് അൾസറുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. ഈ ചുവന്നുള്ളി നമ്മൾ വെള്ളത്തിൽ കിടന്ന് തന്നെ വെന്ത് ഒന്ന് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് വീടിട്ടിട്ടുണ്ടായി. നമ്മൾ ഇങ്ങനെ ചുവന്നുള്ളി തന്നെ നമ്മൾ ഇങ്ങനെ അടിച്ച് കുടിക്കാൻ തേങ്ങാപ്പാലില്ല. അപ്പോൾ അത് ചിലർക്ക് ഈ തേങ്ങാപ്പാൽ അടിച്ച് കുടിക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ പച്ചനെ തന്നെ ചുവന്നുള്ളി ആകുമ്പോൾ ഒരു നെഞ്ചരിച്ചിൽ, ഒരു വയറിന് എരിച്ചിലുണ്ടാവും. പക്ഷേ അത് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും കഴിക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പം ഒരു കുറച്ച് ഇതുപോലെ തേങ്ങ കൊത്ത്, ഒരു 3-4 തേങ്ങ നമുക്കിങ്ങനെ, തേങ്ങ കൊത്ത് ഇങ്ങനെ അടത്തിയെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ചള്ളൊന്ന് കറക്കി എടുക്കുക. എളുപ്പത്തിനാണ് തേങ്ങ ചിരണ്ടാനുള്ള എളുപ്പത്തിനാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇല്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ. അപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചെന്നുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് പിന്നീട് അരിച്ചൊഴിക്കുമ്പോൾ മിക്സ് ചെയ്താൽ മതി. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, വയറിനകത്തുള്ളതിൻ്റെ ഈ അൾസറിൻ്റെതായ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മുറിവുണങ്ങാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഈ ഒരു ഡ്രിങ്ക് കേട്ടോ. അപ്പം രണ്ടും നല്ലതാണ്. അപ്പം അൾസറിന് നല്ലതാണ്, മൂലക്കുരുവിനും നല്ലതാണ് കേട്ടോ. ബ്ലീഡിങ് പൈൽസിനും നല്ലതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതൊന്നും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയിട്ട് ഞാനിപ്പോൾ ഈ വെള്ളം കുറച്ച് ബാലൻസ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ചില്ല, ആ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അരിച്ചെടുത്ത് ഒഴിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തെടുത്തോ. 4 ദിവസമൊക്കെ അടുപ്പിച്ച് രാത്രി കഴിച്ചിട്ട് കിടന്നോ കേട്ടോ. നല്ല രീതിയിൽ ആശ്വാസം കിട്ടും. അപ്പം മൂലക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് പെട്ടോട്ടെ, ആർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുപോലെ ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തിരിക്കുകയാണെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ കേട്ടോ. ബൈ.